ഹായ്, ഹലോ സുഹൃത്തുക്കളെ. നമ്മൾ ഇതിനു മുമ്പ് ഒരു കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ കരിയില കമ്പോസ്റ്റ് നമ്മൾ എടുക്കണം. ഒരു 4 മാസത്തോളം കഴിഞ്ഞു ഇപ്പോൾ അത് ഇട്ടിട്ട്. അപ്പോൾ ആ കരിയില കമ്പോസ്റ്റ് എടുത്ത് നമുക്ക് ഗ്രോ ബെഡിൽ എങ്ങനെ കൊണ്ടിടാം, അതെങ്ങനെ എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണെന്ന്. അത് വാ കാണിച്ചു തരാം. നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഇത് എവിടെയാണ്? ഇതുണ്ട്, അവിടെ വലിയൊരു ഡ്രം അതുണ്ട്. നമുക്ക് ഇത് തേഞ്ചില്ലി ബാക്കി അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഈ പച്ചില അവിടെ ഈ കമ്പോസ്റ്റ് നമ്മൾ അന്ന് ഇട്ട കമ്പോസ്റ്റ് ഇവിടം വരെ ആയി, അതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ കരിയിൽ നമ്മൾ ഇട്ട എന്താ വെച്ചാൽ ഇവിടെ ഈ പ്രൂൺ ചെയ്തപ്പോൾ കുറേ പച്ചില നമുക്ക് കിട്ടി. അപ്പോൾ അത് കളയണ്ടല്ലോ, ഇതിൻ്റെ മുകളിലിട്ടു. ആ മുകളിലിട്ടാലും നമുക്ക് ഇനി അത് ഇങ്ങനെ എടുക്കാം ഈ കരിയില എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇത് ജോയിൻറ്റ് ചെയ്തതാണ് കണ്ടോ. ഈ ജോയിൻറ്റ് ചെയ്തതിന് നമുക്ക് വേണ്ടി കട്ട് ചെയ്തിട്ട് ഇത് പിടുത്തിയിട്ട് നമുക്ക് ഈസിയായിട്ട് എടുക്കാം. അപ്പം പിന്നെ ജോയിൻറ്റ് ചെയ്ത് വീണ്ടും കെട്ടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനൊരു പണി ചെയ്യും, ഇത് പയ്യാണ് മറിച്ചിടും. ഇതിനെ ഈസിയായിട്ട് പോരും. ഇനി ഇവിടെ കണ്ടോ, കമ്പോസ്റ്റ് കണ്ടോ, നമ്മൾ 4 മാസം മുമ്പ് ഇട്ട അടിപൊളി കമ്പോസ്റ്റ് ആയിരുന്നു. നല്ല വളമാണ്, വെറുതെ കത്തിച്ച് കളയുന്ന സാധനമാണ് ആൾക്കാർ. കൃത്യമായിട്ട് പൊടിയും കണ്ടോ, എല്ലാം കൃത്യമായ കമ്പോസ്റ്റാണ്. ഇത് കണ്ടോ, കൃത്യമായിട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ കോരി കൃത്യമായിട്ട് നമ്മൾ കൊണ്ട് ഗ്രോ ബെഡിൽ ഇടുന്ന ഇനി കാണിച്ചു തരാം. അടുത്തത് ഗ്രോ ബെഡിൽ ഇടാൻ നമുക്ക് കൊണ്ടാം. ഓക്കെ, സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ കരിയില കമ്പോസ്റ്റ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി കാണിക്കാൻ വേണ്ടി ഇനി കൊണ്ടിട്ടിട്ട് വേണം കംപ്ലീറ്റ്